VC നിയമനങ്ങളിൽ സമവായത്തിന് പിന്നാലെ KTU VC ആയി സിസ തോമസ് ചുമതലയേറ്റു. സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുൻ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കില്ലെന്നും സിസ തോമസ്. കേരള സർവകലാശാലയിലും സമവായം. ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാറിനെ ശാസ്താംകോട്ട DB കോളേജിലേക്ക് മാറ്റി. അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരമെന്ന് ഉത്തരവിൽ. നടിയെ ആക്രമിച്ച കേസിൽ അപ്പീലിനായുള്ള തുടർ നടപടി ഉടൻ പൂർത്തിയാക്കാൻ സർക്കാർ. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയെ സമീപിക്കും. രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് നടി. രണ്ടാം പ്രതി മാർട്ടിൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ നീക്കം ചെയ്യണമെന്ന ആവശ്യം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ റിമാൻഡിൽ. SIT അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ. നാലാം പ്രതി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യം നാളെ സുപ്രീം കോടതിയിൽ. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമെന്ന രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ അന്വേഷണം ആരംഭിച്ചു. ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ശാന്തി ബിൽ ലോക്സഭ പാസാക്കി. 2047ഓടെ 100 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക ലക്ഷ്യം. VBG റാംജി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4ാം T20 7 മണി മുതൽ ലക്നൌവിൽ. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിൽ. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം.